ഗുറ്റൻ ടാഗ് സുസാമൻ. നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാനായിട്ട് പോകുന്ന ജർമ്മൻ ഗ്രാമർ A1 ടോപ്പിക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൈപ്പ് ഓഫ് വെർബാണ്. അതിന്റെ പേരാണ് ട്രംവാരൻ വെർബൻ. ഐ റിപ്പീറ്റ്, ട്രംവാരൻ വെർബൻ. ട്രംവാരൻ വെർബൻ എന്ന വാക്ക് ഉദ്ദേശിക്കുന്ന പോലെ തന്നെയാണ് അതിന്റെ അപ്ലിക്കേഷനും വരുന്നത്. ട്രംവാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറബിൾ അല്ലെങ്കിൽ ടു സെപ്പറേറ്റ് എന്നാണ് അർത്ഥം. ട്രംവാരൻ വെർബൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് വെർബുകൾ. സംഭവം വെർബുകൾ തന്നെയാണ്, പക്ഷെ അത് യൂസ് ചെയ്യുന്നതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ആദ്യം നമുക്ക് ഗേയൻ എന്ന സ്റ്റെം വെർബ് വെച്ചിട്ടുള്ള കുറച്ച് ട്രംവാരൻ വെർബ്സ് നോക്കാം. അതിൽ 2-3 എക്സാമ്പിൾസ് ചെയ്ത് കഴിയുമ്പോൾ ട്രംവാരൻ വെർബിന്റെ അപ്ലിക്കേഷനും സ്ട്രക്ചറും നമുക്ക് മനസ്സിലാവും. നമ്മൾ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്ന ട്രംവാരൻ വെർബനാണ് മിറ്റ് ഗേയൻ. മിറ്റ് ഗേയൻ അർത്ഥം വരുന്നത് കൂടെ പോവുക, ടു ഗോ വിത്ത്. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇഷ് ഗേയെ ഇൻസ് കീനോ മിറ്റ്. സെന്റൻസ് സ്ട്രക്ചർ ഒന്നും കൂടി നോക്കാം. ഇഷ് ഗേയെ ഇൻസ് കീനോ മിറ്റ്. നമ്മുടെ ട്രംവാരൻ വെർബ് മിറ്റ് ഗേയൻ ആയിരുന്നു. അതിനെ 2ആയി മുറിച്ചു. ആദ്യത്തെ മിറ്റും രണ്ടാമത്തെ ഗേയനും. ഗേയൻ എന്ന സ്റ്റെം വെർബ് നമ്മുടെ സബ്ജക്റ്റിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്ത് സെക്കൻഡ് പൊസിഷനിൽ നമ്മൾ കൊടുത്തു. ഇഷ് ഗേയെ ഇൻസ് കീനോ മിറ്റ്. അവസാനം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ വെർബിന്റെ തുടക്കമായ മിറ്റ് ഏറ്റവും അവസാനം വന്നു. ഞാൻ ഒന്നുകൂടി പറയാം. ഇഷ് ഗേയെ ഇൻസ് കീനോ മിറ്റ്. അർത്ഥം വരുന്നത് ഞാൻ അവരുടെ കൂടെ സിനിമയ്ക്ക് പോയി എന്നാണ്. സെന്റൻസ് സ്ട്രക്ചർ നോക്കിയാൽ അറിയാം. മിറ്റ് ഗേയൻ 2ആയി മുറിച്ചു. അതിലെ ഗേയൻ എന്ന വെർബ് സെക്കൻഡ് പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്ത് എഴുതി. അതിന് ശേഷം നമ്മുടെ വെർബിന്റെ തുടക്കമായ ആ ചെറിയ കഷ്ണം ഏറ്റവും അവസാനത്തോട്ട് വന്നു. നമുക്കിനി കുറച്ച് ട്രംവാരൻ വെർബ്സ് പരിചയപ്പെടാം. കുറേ ട്രംവാരൻ വെർബ്സ് ഉണ്ട്. ട്രംവാരൻ വെർബ്സ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. എങ്ങനെയാണ് ഇത് മുറിച്ച് എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് കുറച്ച് ട്രംവാരൻ വെർബ്സ് പരിചയപ്പെടാം. മിറ്റ് ഗേയൻ ടു ഗോ വിത്ത്. ഔഫ് ഗേയൻ ടു റൈസ്. അൻകൊമ്മൻ ടു അറൈവ്. മിറ്റ് കൊമ്മൻ ടു കം വിത്ത്. ഔഫ് മാഹൻ ടു ഓപ്പൺ. സു മാഹൻ ടു ക്ലോസ്. ഐൻ ലാഡൻ ടു ഇൻവൈറ്റ്. ഇങ്ങനെ ധാരാളം ട്രംവാരൻ വെർബ്സ് ഉണ്ട്. അത് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളിപ്പോൾ പറഞ്ഞ നിയമം അനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിനി നമ്മളിപ്പോൾ പറഞ്ഞ ഈ ട്രംവാരൻ വെർബ്സിന്റെ ഒക്കെ ഓരോ എക്സാമ്പിൾസ് നോക്കാം. അതും കൂടി കേൾക്കുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ആദ്യത്തെ ഐൻ ലാഡൻ. ഐ ഇൻവൈറ്റ് യു ടു ഡിന്നർ. ഞാൻ നിന്നെ ഡിന്നറിന് വേണ്ടി ക്ഷണിച്ചു എന്നത് ഐൻ ലാഡൻ വെച്ച് യൂസ് ചെയ്യുമ്പോൾ ഇഷ് ലാഡെ ഡിഹ് സു ആബൻഡ് എസൻ ഐൻ. ഐ റിപ്പീറ്റ്, ഇഷ് ലാഡെ ഡിഹ് സു ആബൻഡ് എസൻ ഐൻ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഐൻ ലാഡൻ എന്ന വെർബിലെ ഐൻ എന്ന പോർഷൻ ഏറ്റവും അവസാനം പോയി. അതേപോലെ ലാഡൻ എന്ന വെർബ് ഇഷിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്ത് ലാഡെ എന്നാക്കി. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന ട്രംവാരൻ വെർബാണ് അൻറൂഫൻ. അൻറൂഫൻ ടു കോൾ എന്നർത്ഥം. ഒരാളെ കോൾ ചെയ്യുക, വിളിക്കുക എന്നർത്ഥമാണ് അൻറൂഫന് വരുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇഷ് റൂഫെ ഡിഹ് അൻ. ഇതിന്റെ അർത്ഥം വരുന്നത് എനിക്ക് നിന്നെ വിളിക്കണം. നമ്മൾ ആ സ്ട്രക്ചർ നോക്കിയാൽ അറിയാം. അൻറൂഫന്റെ അൻ അവസാനം പോയി. റൂഫൻ എന്നത് ഇഷിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്തു. രണ്ടാമത്തെ ട്രംവാരൻ വെർബാണ് അബ് ഹോളൻ. ഐ റിപ്പീറ്റ്, അബ് ഹോളൻ. അർത്ഥം വരുന്നത് ടു പിക്കപ്പ്. നമ്മൾ ഒരാളെ വണ്ടിയിൽ ചെന്ന് പിക്ക് ചെയ്യുക എന്ന് പറയില്ലേ, ആ ഒരു അർത്ഥമാണ് പിക്കപ്പിന് വരുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇഷ് ഹോളെ ഡിഹ് ഹോയിറ്റെ ആബൻഡ് ഐൻ und Zwanzig Uhr ab. ഇഷ് ഹോളെ ഡിഹ് ഹോയിറ്റെ ആബൻഡ് ein und Zwanzig Uhr ab. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം 9 മണിക്ക് ഞാൻ നിന്നെ പിക്ക് ചെയ്തു എന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അബ് ഹോളൻ എന്ന ട്രംവാരൻ വെർബിലെ അബ് അവസാനം പോയി. ഹോളൻ എന്നത് നമ്മുടെ സബ്ജക്റ്റിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്തു. ട്രംവാരൻ വെർബിന്റെ നോർമൽ ആയിട്ട് വരുന്ന സെന്റൻസ് സ്ട്രക്ചറും യൂസേജും ആപ്ലിക്കേഷൻസും നമ്മൾ നോക്കി. എന്നാൽ മൊഡാൽ വെർബ് വരുമ്പോൾ ട്രംവാരൻ വെർബ് എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് നമ്മൾ ഇനി ഡീൽ ചെയ്യാൻ പോകുന്നത്. നോർമലി ട്രംവാരൻ വെർബ് പേര് പറയുന്ന പോലെ തന്നെ മുറിച്ചാണ് ഉപയോഗിക്കാറ്. എന്നാൽ മൊഡാൽ വെർബ് യൂസ് ചെയ്യുമ്പോൾ ട്രംവാരൻ വെർബ് അതേപോലെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്.
എക്സാമ്പിൾ വഴി കൂടുതലും കൂടി മനസ്സിലാകും. ഞാൻ ഒന്നുകൂടി പറയാം. നോർമലി ട്രംവാരൻ വെർബ് മുറിച്ചാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മൊഡാൽ വെർബ് ഉള്ള സെന്റൻസിൽ ട്രംവാരൻ വെർബ് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെയാണ് നമ്മൾ സെന്റൻസിൽ യൂസ് ചെയ്യുക. നമുക്കൊരു എക്സാമ്പിൾ വഴി നോക്കാം. ക്യാൻ യു പ്ലീസ് ക്ലോസ് ദ ഡോർ? തനിക്ക് ആ ഡോർ ഒന്ന് അടയ്ക്കാമോ എന്ന മൊഡാൽ വെർബ് വെച്ചുള്ള ചോദ്യം ട്രംവാരൻ വെർബിൽ എന്ത് വ്യത്യാസമാണ് വരുത്തുന്നത് നോക്കാം. ക്യാൻസ് ഡു ബിറ്റെ ദി ട്യൂർ ഔസ് മാഹൻ. ക്യാൻസ് ഡു ബിറ്റെ ദി ട്യൂർ ഔസ് മാഹൻ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, സെന്റൻസ് തുടങ്ങിയത് ക്വന്നൻ എന്ന മൊഡാൽ വെർബ് വെച്ചാണ്. ആയതിനാൽ ഏറ്റവും അവസാനത്തെ നമ്മുടെ ട്രംവാരൻ വെർബ് ഔസ് മാഹൻ എന്ന് തന്നെയാണ് കിടക്കുന്നത്. മറിച്ച് നമ്മൾ നോർമലി യൂസ് ചെയ്യുകയാണെങ്കിൽ ഔസ് ഏറ്റവും അവസാനവും മാഹൻ സെക്കൻഡ് പൊസിഷനുമാണ് വരേണ്ടിയിരുന്നത്. എന്നാൽ ഇവിടെ മൊഡാൽ വെർബ് വന്നത് കൊണ്ട് ഔസ് മാഹൻ ആയി തന്നെ ഏറ്റവും അവസാനത്തെ പൊസിഷനിൽ വന്നു.